ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ പറയുന്ന HSST ജൂനിയർ പോസ്റ്റ് 2026 പരീക്ഷയുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അത് വിളിക്കും. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടായിട്ട് പറയുന്നുണ്ട്, പല പല വീഡിയോസിൽ പറയുന്നുണ്ട്, സിലബസ് അനാലിസിസ് പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. അപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാറേ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസുകളൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ മക്കളെ, അഡ്വൈസുകൾ പോയി തുടങ്ങി. ഇനിയും ലിസ്റ്റിന് 1 വർഷം കാലാവധി ഉണ്ട്. എന്നിട്ട് പോലും ഇപ്പം ഈ അടുത്ത് നേരത്തെ കുറച്ച് അഡ്വൈസുകളെ പോയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പം ഈ പെട്ടെന്ന് അടുത്ത് കുറച്ചധികം അഡ്വൈസുകൾ പോയി. നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ I+ ഓൾറെഡി S50 ബാച്ച് ഏകദേശം അഡ്മിഷൻ ക്ലോസ് ഇയർ ആയി. ജനറൽ ബാച്ച് ഫിസിക്സും HSST ഫിസിക്സിന്റെ ബാച്ചും റണ്ണിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇത് കേരള PSCയുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ HSST ഫിസിക്സിന്റെ അഡ്വൈസ്, കഴിഞ്ഞ പരീക്ഷ അഡ്വൈസിന്റെ ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഇവിടെ ഡേറ്റുകൾ പറഞ്ഞുതരാം. ഇപ്പോൾ 5/12/2023 ലിസ്റ്റ് നിലവിൽ വന്നത്. ഇനിയിപ്പോൾ 1.5 വർഷത്തോളം ലിസ്റ്റിന് കാലാവധിയുണ്ട്. പിന്നെ അവസാന അഡ്വൈസ് പോയത് 7-ാം മാസം 14-ാം തീയതി 2025 ടോട്ടൽ അഡ്വൈസുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 21 അഡ്വൈസുകൾ പോയി. ഇപ്പം 21 അഡ്വൈസുകൾ പോയി. 2-ലും 3-ലോ കിടന്ന അഡ്വൈസുകളാണ്. ഇവ ഒറ്റയടിക്കാൻ പെട്ടെന്ന് ഒരു ദിവസമാണ് 21ാമത്തെ അഡ്വൈസിലേക്ക് എത്തുന്നവൻ. മനസ്സിലായോ? 21 പേർക്ക് ഫ്രഷ് ആയിട്ട് ഈ ജോലി കിട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ 8ാമത്തെ ആൾക്ക് വരെ കിട്ടി, ഈഴവയാണെങ്കിൽ 30ാമത്തെ റാങ്കിലുള്ളവർക്ക് വരെ കിട്ടി. ഇനി EWS എക്കണോമിക്കൽ വീക്കർ ആണെങ്കിൽ 37ാമത്തെ വരെ കിട്ടി. SSC ആണെങ്കിൽ 48, മുസ്ലിം ആണെങ്കിൽ 14. മനസ്സിലായോ? വിശ്വകർമ്മയാണെങ്കിൽ 8. മനസ്സിലായോ? പിന്നെ ഹിന്ദു നാടാറാണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 1. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അഡ്വൈസുകൾ പടയെന്ന് പോകുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളിപ്പോൾ ഇതിൽ ഈ അഡ്വൈസിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ഫയലിലേക്ക് പോകാൻ പറ്റും, എത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ളത് അതിൻ്റെ അകത്തുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മക്കളെ, ഞാൻ ഈ ക്ലാസ്സുകൾ പറയുന്ന സമയത്തും ഒരുപാട് പറയാറുണ്ട്. അതായത് നമുക്ക് പഠിക്കാതിരിക്കാൻ ഒരു 100 കാരണങ്ങൾ കിട്ടും. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് പറയും, എടേ അതൊക്കെ എന്തിനാടേ പഠിച്ചിട്ട് കിട്ടാനാണോ? പക്ഷേ ഈ പറയുന്ന ആളുകളും പഠിക്കുന്നിട്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ എപ്പോഴാണ് ഒരു ബൾക്കായിട്ട് അഡ്വൈസുകൾ പോകുന്നത് പറയാൻ പറ്റില്ല. ഈ മാത്തമാറ്റിക്സിനൊക്കെ SST മാത്സിനൊക്കെ ആണെങ്കിൽ 45 അഡ്വൈസുകളൊക്കെയാണ് ഒറ്റയടിക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഫിസിക്സിനൊക്കെ അത് സംഭവിക്കാം. അപ്പോൾ നമ്മൾ സജ്ജമായിട്ട് നിൽക്കണം. അതായത് സജ്ജമായിട്ട് നിൽക്കുക. ആ ലിസ്റ്റിൽ നമ്മളുണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു പോസിബിലിറ്റി വന്നാൽ നമുക്ക് ജോലി കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു ഭാഗ്യം പോലെയാണ്. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, മക്കളെ പഠിക്കണം. ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ അവസാന നിമിഷം പോയി പഠിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നേരത്തെ ഒരു 2 മാസം മുന്നേ പഠിച്ച് കഴിഞ്ഞ് 2 മാസം കംപ്ലീറ്റ് റിവിഷൻ ചെയ്ത് സെറ്റ് ആവണം. എങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എല്ലാ ആളുകളും പഠിക്കും, എല്ലാ ആളുകളും പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുന്നത് എനിക്കറിയാവുന്നതാണ്. പക്ഷേ കുറെ പേര് പറയും, സാറേ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ കിട്ടുന്നില്ല. ഇരുന്നപ്പോൾ കിട്ടാത്ത കാര്യം എന്താ? പരീക്ഷയുടെ 2 ആഴ്ച മുമ്പായിരിക്കും പഠിച്ചു തീർക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ പരീക്ഷയ്ക്ക് വരുന്ന കിട്ടുന്നത്? ആ 1.5 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന 100 ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ അത്രയും തലയിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ. ആ തലയിൽ ഉണ്ടാവണമെങ്കിൽ റിവിഷൻ ചെയ്യണം. ഒരു 10, 20, 25, 30 തവണ റിവിസ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ നമ്മളിപ്പോ പുതിയ കണ്ടന്റുകൾ, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉൾപ്പെടെ പുത്തൻ കണ്ടന്റുകളാണ്. പഴയ വീഡിയോസ് ഒന്നും അല്ല തരുന്നത്. പുത്തൻ കണ്ടന്റ് 2025 നടന്ന HSSC സീനിയർ പോസ്റ്റിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ആ രീതിയിൽ പാറ്റേൺ ഒക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കോഴ്സ് ചെയ്യുന്നത് HSSC ഫിസിക്സ്. അപ്പൊ മക്കളെ, നിങ്ങൾ പഠിക്കാനാണെങ്കിൽ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും, കാര്യങ്ങളെല്ലാം. ഓക്കെ. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കൂ. അവസരങ്ങൾ കളയരുത്. അവസരം കാത്തു നിൽക്കില്ല, നമ്മൾ വേണം ചാടി പിടിക്കാനായിട്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.